everyone, it's me Jasmine VT, your digital boss. Today I am showing you how to create a stunning website with using AI. Whether you are a beginner or an experienced web designer, this guide will help you to create a professional website with ease. Let's get started. How to create a free website with AI. And what is exactly a website? വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി അതൊരു കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. നമുക്ക് ഇന്റർനെറ്റിൽ കാണാൻ സാധിക്കുന്ന കളക്ഷൻ ഓഫ് വെബ് പേജസിനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓരോ പേജസിനും എന്തുണ്ട്? ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്, അതിനെ പറയുന്ന പേരാണ് URL, യുണീക്ക്. നെക്സ്റ്റ്, എന്തിനാണ് വൈ യു നീഡ് എ വെബ്സൈറ്റ്? ഒരു വെബ്സൈറ്റിന്റെ ആവശ്യകത എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഷെയർ ഇൻഫോർമേഷൻ. നമുക്ക് ഇൻഫർമേഷൻ എനി വൺ ഫോർ എനി ടൈം ഫ്രം എനിവേർ ഇൻ ദ വേൾഡ് നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, ബിസിനസ് സെയിൽസ്. നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസസോ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ ഈ വെബ്സൈറ്റ് വരുന്നത്. നെക്സ്റ്റ്, തേർഡ് വൺ ഈസ് ബ്രാൻഡിങ്. നമ്മുടെ ബ്രാൻഡ് ഐഡന്റിറ്റി ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ഓഡിയൻസിനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി നിലനിർത്താൻ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ്, നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് ഓഫർ ചെയ്യാൻ പറ്റുന്നു. കസ്റ്റമേഴ്സിന്റെ ഒരു 24/7 നമുക്ക് ഓൺലൈൻ സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു വെബ്സൈറ്റ് ത്രൂ. നെക്സ്റ്റ്, നമ്മൾ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന AI ടൂൾ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാന്തയോൺ എന്നുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇത് ഒരു ഹൈ പെർഫോമൻസ് ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ വേർഡ്പ്രസ്, ഡ്രൂബൽ വെബ്സൈറ്റ് ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് വരുന്നത്? AI ടൂളായ പാന്തയോൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വെബ്സൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് വണ്ണിൽ പറയുന്നത് സൈൻ അപ്പ്. The step 1 is sign up for a Pantheon account. Second step is create a new WordPress site. Step 3, deploy WordPress. Step 4, configure the development environment. Step 5, develop and customize your site. Step 6, launch your website. നെക്സ്റ്റ്, നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ദെൻ അതിനു വേണ്ടിയിട്ട് go to pantheon.io. ഇതാണ് നമ്മളെ വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യണം. ഫസ്റ്റ് വരുന്നത് സൈൻ ഇൻ ദ വെബ്സൈറ്റ്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ദെൻ ഷോയിങ് ലോഡിംഗ് ദാറ്റ് വെബ്സൈറ്റ്. ഇതാണ് പാന്തയോൺ വെബ്സൈറ്റിന്റെ ഡാഷ്ബോർഡ്. നമ്മൾ ചെയ്യുന്നത് വേർഡ്പ്രസ് വെബ്സൈറ്റ് ആണ്. ഇതിൽ നമ്മൾ ആദ്യം CMS ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് ക്രിയേറ്റ് യുവർ പാന്തയോൺ സൈറ്റിന് നമ്മൾ ലോഗിൻ ചെയ്തു. ദെൻ നമ്മൾ വെബ്സൈറ്റ് വേർഡ്പ്രസ് ചൂസ് ചെയ്തു. ദെൻ വരുന്നത് വെബ്സൈറ്റിനൊരു നെയിം കൊടുക്കണം. ഇതാണ് ഞാൻ പേര് കൊടുക്കുന്നത്, ആഡ്സിയ. ഇങ്ങനെ ഒരു URL ആയിരിക്കും. ഇത് ഫ്രീ ആയതുകൊണ്ട് ഈ ഒരു ഡൊമൈൻ സബ് ഡൊമൈൻ രൂപത്തിലായിരിക്കും നമുക്ക് വെബ്സൈറ്റ് വരുന്നത്. ഡാഷ്ബോർഡിലേക്ക് ലോഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു വെബ്സൈറ്റിന്റെ വേർഡ്പ്രസ് ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. ഇതാണ് വേർഡ്പ്രസിന്റെ ഡാഷ്ബോർഡിലേക്ക്. ഇനി നമുക്ക് വേർഡ്പ്രസ് ഡാഷ്ബോർഡിൽ കസ്റ്റമൈസ് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാണ് വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ്. ഇനി വിസിറ്റ് ഡെവലപ്മെൻറ്റ് സൈറ്റ്. വിസിറ്റ് ഡെവലപ്മെൻറ്റ് സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. സൈറ്റ് ടൈറ്റിൽ കൊടുത്തു. ഈ ഒരു ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനി വെച്ചിട്ട് നമ്മളിനി വെബ്സൈറ്റ് നമുക്ക് കിട്ടിയ യൂസർ നെയിം പാസ്വേഡ് ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ്സൈറ്റ് ഇനി ലോഗിൻ ചെയ്യാൻ പോവാണ്. ഇതാണ് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ്. വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് തീംസ് പ്ലഗിൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വരുന്നത് തീംസ് എങ്ങനെയാണ് ചെയ്യുന്നത്. തീംസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പിയറൻസിലാണ് തീംസ് ഉള്ളത്. അതിൽ നമുക്ക് ഒരുപാട് തീംസ് കാണാൻ സാധിക്കും. ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 2040 എന്ന് പറയുന്ന ഒരു തീമാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എലമെൻറ്റോ എന്നുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് എലമെൻറ്റോ പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മളുടെ പേജസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഉള്ള പേജസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഹോം പേജിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ഒരു ഇതാണ് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക്.
നെക്സ്റ്റ് കളർ മൈൻഡ് AI പവേർഡ് കളർ പാലറ്റ് ജനറേറ്റർ. ഇതിൽ നമുക്ക് വേണ്ട കളേഴ്സ് ലോക്ക് ചെയ്തിടാനും അതുപോലെ നമുക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട് നമ്മളുടെ വെബ്സൈറ്റിന് മാച്ച് ആയിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കളർ പാലറ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് ഇത് നമ്മളുടെ ഫോണ്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ സ്റ്റൈൽസിൻ്റെ സമയത്ത് നമുക്ക് കളേഴ്സ് ഈ ഒരു ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ മെയിനായിട്ട് വരുന്നൊരു വെബ്സൈറ്റാണ് നമ്മളുടെ ഫോൺസിൻ്റെ ലോഗോ. ഫോൺ ജോയ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് പെയർ ചെയ്യുന്ന ഫോൺസ് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഫോൺ ജോയ്. നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് പബ്ലിഷ് കൊടുക്കുക. കണ്ടന്റ് എല്ലാം എഡിറ്റിംഗ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വെബ്സൈറ്റ് എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളെ സൈറ്റ് അഡ്മിൻ പേജ്, വെബ്സൈറ്റിൻ്റെ പേജ്. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവാം. ഒരു വെബ്സൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 2 പാർട്ടായിട്ടാണ്. ഒരു വെബ്സൈറ്റ് 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒന്ന് ഈ ഒരു ഭാഗം വിസിറ്റ് സൈറ്റ്, ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തെ വെബ്സൈറ്റ്, വെബ്സൈറ്റിൻ്റെ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഭാഗവും പിന്നെ നമ്മൾ ഡാഷ്ബോർഡ്. ഇവിടെയാണ് നമ്മൾ ഡാഷ്ബോർഡിലാണ് നമ്മൾ കോണ്ടന്റ് കാര്യങ്ങളെല്ലാം എഡിറ്റും തീം ആഡ് ചെയ്യുന്നത്, പ്ലഗിൻസ് ആഡ് ചെയ്യുന്നത്, കോണ്ടന്റ് എഡിറ്റ് ചെയ്യുന്നത്, പേജസ് പോസ്റ്റ് എല്ലാം ആഡ് ചെയ്യുന്നത്. ആ ഒരു ഭാഗമാണ് ഡാഷ്ബോർഡിലുള്ളത്. നമുക്ക് വെബ്സൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിസിറ്റ് സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കാണാൻ പറ്റുക. ഈ ഒരു പേജാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേജ് നമുക്ക് കണ്ടു. ഇതാണ് ഇത്രയൊരു ബേസിക് ആയിട്ട് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതുപോലെ നമുക്ക് ഇതിൽ പ്ലഗിൻസ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ടില്ല, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു വെബ്സൈറ്റ് പാന്തിയോൺ AI യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.